നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഗോളും അസിസ്റ്റുമായിട്ട് ആർദ ഗ്യൂളർ പൊളിച്ചടുക്കിയ മത്സരമാണ് കടന്നുപോയത്. അതിനപ്പുറത്തേക്ക് റയലിൻ്റെ മധ്യനിരയിൽ ആർദ ഷോ തന്നെയായിരുന്നു. മത്സരം 3-2 വിജയിച്ച് കയറുമ്പോൾ അതിൽ മിന്നിക്കത്തി കളിച്ചിട്ടുണ്ട് ടർക്കിഷ് യുവതാരം ആർദ ഗ്യൂളർ. ഇത് ആഞ്ചലോട്ടിയ പറയുന്ന ആർദ ഗ്യൂളറിനെ കുറിച്ച് നോക്കുക. വാക്കുകൾ, അവൻ്റെ ഡിസയർ, റയലിന് വേണ്ടി കളിക്കണമെന്നുള്ള അവൻ്റെ ആഗ്രഹം തീവ്രമായ ഒന്നാണ്. അവൻ ഒരുപാട് ക്വാളിറ്റി ഉണ്ട്. അവൻ റിയലി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരിക്കൽ പോലും അവൻ്റെ കോൺഫിഡൻസ് കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് മാറ്റം സെപ്റ്റംബറിന് ശേഷം അവന് സംഭവിച്ചിട്ടുണ്ട്. അവൻ ഒരുപാട് ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ട്. അവൻ തീർച്ചയായിട്ടും റയലിൻ്റെ ഭാവിയാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് സാക്ഷാൽ കാർലോ ആഞ്ചലോട്ടിയാണ്. ക്രൂസിന് ശേഷം ഒരേ ഒരു ആർദ എന്ന് നമ്മൾ വെറുതെ തമ്പനയിൽ ഇട്ടതല്ല. അതിന് പുറകിൽ ഒരു കണക്കുണ്ട്, ഒരു കാരണമുണ്ട്. നോക്കുക, ഈ സീസണിൽ 60+ അറ്റംപ്റ്റഡ് പാസ്, അതിൽ 100% പാസിംഗ് ആക്യുറസി. അതൊരു ലാലിഗ മാച്ചിൽ നടത്തിയ ഏക മിഡ്ഫീൽഡറാണ് ആർദ ഗ്യൂളർ. കഴിഞ്ഞില്ല. ഫസ്റ്റ് റയൽ മാഡ്രിഡ് പ്ലെയർ വിത്ത് 60+ അറ്റംപ്റ്റഡ് പാസസ് ആൻഡ് എ 100% പാസിംഗ് ആക്യുറസി ഇൻ വൺ മാച്ച് സിൻസ് 3rd January 2016. അന്ന് ടോണി ക്രൂസാണ് നേടിയത്. അന്ന് ടോണി ക്രൂസ് 80 പാസുകൾ കൊടുത്തു, 80ഉം സക്സസ്ഫുൾ ആയിരുന്നു. അതിനുശേഷം ആദ്യമായിട്ടാണ് ഒരു റയൽ മാഡ്രിഡ് താരം 60ലധികം അറ്റംപ്റ്റഡ് പാസുകൾ കൊടുത്തിട്ട് അതെല്ലാം സക്സസ്ഫുൾ ആയിട്ട് ആക്യുറേറ്റ് ആയിട്ട് എത്തുന്നത്. 62 പാസുകൾ, 62ഉം കൃത്യമായിട്ട് ലക്ഷ്യത്തിലേക്ക്. സോ ഒരു പാസിംഗ് ക്ലിനിക്കാണ് സെൽറ്റ വിഗോക്കെതിരെ അദ്ദേഹം മധ്യനിരയിൽ നടത്തിയത് എന്ന് തന്നെ പറയണം. ആർദ വേറെ ലെവലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ കളിയിൽ 100% പാസിംഗ് ആക്യുറസി, 62 പാസ്, 62ഉം ലക്ഷ്യത്തിൽ, 5 ക്രോസുകൾ, 5 ടച്ചുകൾ ഓപ്പോസിഷൻ ബോക്സിൽ, 4 ഷോട്ടുകൾ, 3 ഓൺ ടാർഗറ്റിലേക്ക്, 3 ചാൻസുകൾ അവൻ ക്രിയേറ്റ് ചെയ്തു, 2 പൊസിഷൻ അവൻ വിൻ ചെയ്തു, 1 ഗോൾ അടിച്ചു, 1 അസിസ്റ്റ് നേടി. വാട്ട് എ പ്ലെയർ, വാട്ട് എ സ്ട്രൈക്ക് എന്ന് പറയണം. വലിയ ഇമ്പാക്റ്റാണ് അവൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ആഞ്ചലോട്ടി പറഞ്ഞ പോലെ വലിയ ഭാവി അവന് റയലിലുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.